എൻ്റെ പിന്നിൽ കാണുന്നതാണ് നാടുകാണിമുടി. വളരെ ഉയരമുള്ള അതിമനോഹരമായൊരു പ്രദേശം. ഞങ്ങളിപ്പോൾ അതിൻ്റെ മുകളിൽ കയറിയിട്ട് ഇറങ്ങി വന്ന് നിൽക്കുകയാണ്. അതിരാവിലെയാണ് ഞങ്ങൾ ഈ മുടി കയറാനായിട്ട് പോയത്. ആ സമയത്ത് നമുക്ക് വെളിച്ചക്കുറവ് കൊണ്ട് രാവിലെയുള്ള കയറ്റം നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല. പക്ഷേ അതിൻ്റെ മുകളിൽ ചെന്നതിന് ശേഷം അതിവിശാലമായ പ്രകൃതിരമണീയമായ ഒട്ടനവധി അനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ടായി. സൂര്യോദയം മുതൽ ഞങ്ങൾ ക്യാമറയിൽ പിടിച്ചിട്ടുണ്ട്. അവിടെ വെച്ച് ഞാൻ കണ്ട ആ ദൃശ്യങ്ങൾ നിങ്ങളും ഒന്ന് കണ്ടു നോക്കൂ. എത്ര മനോഹരമായിരുന്നു. യാത്രക്കിടയിൽ ഇതുപോലെ ഇടയ്ക്ക് പുൽമേടുകളുടെ ഇടയിലൂടെ കുറച്ചു ദൂരം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. വളരെ മനോഹരമാണ് ഇതിലുള്ള സഞ്ചാരം. മലയുടെ മുകളിലേക്ക് എത്തുമ്പോൾ ഏറെ നല്ല രസമുള്ള കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് കഴിയും. ദുർഘടമായ സ്ഥലങ്ങളിൽ പിടിച്ചു കയറുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള കൈവരികൾ ഈ മലയിലെ ഒരു പ്രത്യേകതയാണ്. കുറേയേറെ സ്ഥലങ്ങളിൽ അങ്ങനെയുള്ള കൈവരികൾ സ്ഥാപിച്ചിട്ടുണ്ട്. അത് ആളുകൾക്ക് പിടിച്ചു കയറുന്നതിന് ഏറെ പ്രയോജനമാണ്. അതിമനോഹരമായൊരു പ്രദേശമാണ് നമ്മുടെ നാടുകാണിമുടി എന്ന് പറയുക. കോതമംഗലത്ത് നിന്ന് 4 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ നമുക്ക് നാടുകാണിമുടിയിൽ എത്താൻ സാധിക്കും. ഏകദേശം 1 മണിക്കൂറോളം സമയം അതിൻ്റെ അടിവാരത്തുനിന്ന് നടക്കാനുണ്ട്. ഏറെ ദുർഘടം പിടിച്ചൊരു വഴിയാണെങ്കിൽ പോലും ഒത്തിരിയേറെ ആളുകൾ തീർത്ഥാടനത്തിനും അതുപോലെ തന്നെ വിനോദസഞ്ചാരത്തിനും കാഴ്ചകൾ കാണാനുമായി ഈ മുടിയിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. നാടുകാണിമുടിയുടെ ടോപ്പിലെത്തി നിൽക്കുകയാണ്. എറണാകുളം ജില്ലയിലെ ഏറ്റവും ഉയരമുള്ള ഒരു പ്രദേശം എന്നറിയപ്പെടുന്ന നാടുകാണിമുടി കോതമംഗലത്തിനടുത്ത്, കോതമംഗലത്ത് 4 കിലോമീറ്റർ അകലെയുള്ള നാടുകാണിമുടിയുടെ മുകളിലാണ് ഇപ്പോൾ നിൽക്കുക. സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടി ഉയരമുള്ള ഈ സ്ഥലത്ത് ഒത്തിരിയേറെ ആളുകൾ വിനോദസഞ്ചാരത്തിനും അതുപോലെ തീർത്ഥാടനത്തിനുമായിട്ട് കടന്നു വരുന്നുണ്ട്. ഈ സ്ഥലത്ത് വളരെയേറെ പ്രദേശത്ത് ഒത്തിരിയേറെ സ്ഥലങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഇത്ര ഉയർന്ന പ്രദേശമായതുകൊണ്ട് ചുറ്റും വളരെ മനോഹരമായ പ്രകൃതിരമണീയമായ ഒരു പ്രദേശമാണ് ഈ നാടുകാണിമുടി. ഇവിടെ നമുക്കറിയാം ചുറ്റുപാട് ഒത്തിരി ആളുകൾ കാണാനായിട്ടും ആസ്വദിക്കാനുമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്.
നാടുകാണി മുടിയിൽ കയറി നിന്ന് മനോഹരമായ പ്രകൃതി രമണീയമായ ഭംഗി ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ യാത്ര തുടരുകയാണ്. മുടിയിൽ നിന്നും ഇനി താഴേക്കുള്ള ഇറക്കമാണ്. നമ്മൾ മുടിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്നു. നാടുകാണിമുടി ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. നാടുകാണി സെൻറ് തോമസ് ഇടവകയുടെ നേതൃത്വത്തിലുള്ള പീഡാനുഭവ ചരിത്രം ആലേഖനം ചെയ്തിട്ടുള്ള 14 സ്ഥലങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്രൈസ്തവരുടെ ഏറ്റവും വിശേഷ ദിവസമായ വലിയ നോമ്പിൽ ധാരാളം ആളുകൾ ഈ മലയിൽ കയറുകയും പീഡാനുഭവ ചരിത്രം അനുസ്മരിക്കുകയും ചെയ്യാറുണ്ട്. അതാണ് ഈ നാടുകാണിമുടിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. നാടുകാണിമുടി ഇന്ന് ഒത്തിരിയേറെ ജനപ്രീതി നേടിയിരിക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറിയിരിക്കുകയാണ്. ഈ നാടുകാണിമുടിയുടെ താഴ്വാരത്ത് താമസിക്കുന്ന ഒരു ചേച്ചിയോട് നമുക്ക് ഈ മുടിയെക്കുറിച്ച് ചോദിച്ചു നോക്കാം. ചേച്ചി, ഇവിടെ ഒത്തിരി ആളുകൾ വന്ന് പോകുന്നുണ്ടോ? ഒത്തിരി ആളുകൾ വരാറുണ്ട്. രാവിലെ 4 മണിയാകുമ്പോഴേക്കും ആളുകൾ വന്നു കൊടുക്കും. പിന്നെ ഉദയവും കണ്ട് വൈകിട്ട് വരെ ആളുകളുണ്ടാവും. ആളുകൾ മുകളിൽ കയറി നിന്ന് കാഴ്ചകളെ കണ്ടിട്ടാണ് പോകുന്നത്. ഈ വരുന്ന ആളുകൾ നമ്മുടെ ഈ സമീപപ്രദേശത്തുള്ള ആളുകളാണ്, പുറത്തുനിന്നുള്ള ആളുകളുണ്ടോ? സമീപപ്രദേശത്തുള്ളതുകൊണ്ട് പുറത്തുനിന്നുള്ള ഒത്തിരി ആളുകൾ ഇവിടെ വരുന്നുണ്ട്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആളുകൾ വരുന്നുണ്ട്. ആളുകൾ വരവ് കൂടുതലാണ്. ഇപ്പോൾ ഓരോ ദിവസം ചെല്ലുന്നവരും കൂടുതലായിട്ട് ആൾക്കാർ വരുന്നുണ്ട്. അത് സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും ഒക്കെ ഉണ്ട്. എല്ലാവരും ഉണ്ട്. എല്ലാ ടൈപ്പ് ആളുകളും. നാടുകാണി മുടിയുടെ മനോഹരമായ ദൃശ്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടു കഴിഞ്ഞ് കാണും. ഒത്തിരിയേറെ പ്രദേശങ്ങൾ അതിൻ്റെ മുകളിൽ നിന്ന് കാണുവാൻ ധാരാളം ആളുകൾ അവിടെ വരുന്നുണ്ട്. ഈ കാണുന്ന ജംഗ്ഷനാണ് നാടുകാണി ജംഗ്ഷൻ എന്ന് പറയുന്നത്. കോതമംഗലത്ത് നിന്ന് 4 കിലോമീറ്റർ എത്തിയാൽ നാടുകാണി ജംഗ്ഷനെത്തും. അതിനുശേഷം ഒരു കവാടമുണ്ട് അവിടെ. ആ കവാടത്തിലൂടെ ഈ പാറപ്പുറത്തൂടെ കടന്നാണ് നമ്മൾ നാടുകാണി മുടിയിലേക്ക് കടന്നു പോവുക. ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ദിവസങ്ങൾ ചെല്ലുന്തോറും ആളുകൾ കൂടുതൽ അവിടെ കടന്നു വരുന്നുണ്ട്. കൊറോണയുടെ കാലമാണ് എന്ന കാര്യം മറക്കരുത്. പ്രിക്കോഷൻസ് എടുത്തുകൊണ്ട് വേണം അങ്ങോട്ട് കയറി ചെല്ലുവാൻ. സാമൂഹിക അകലം പാലിക്കുന്ന കാര്യം മറന്നു പോകരുത്. സാനിറ്റൈസർ കയ്യിൽ കരുതേണ്ടതായിട്ടുണ്ട്. മാസ്ക് ധരിച്ചുകൊണ്ട് വേണം നമ്മൾ അവിടെ കയറി ചെന്ന് ആളുകളുമായിട്ട് ഇടപഴകാൻ. ഞങ്ങൾ പ്രിക്കോഷൻസ് എടുത്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ എല്ലാവരും ആ കാര്യത്തിൽ ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. വിവിധ ജില്ലകളിൽ നിന്നും വിവിധ ആളുകൾ ധാരാളം കാഴ്ചകൾ കാണാനായിട്ട് അവിടെ കടന്നു വരുന്നുണ്ട്. ഞങ്ങൾ മാസ്ക് ധരിച്ച് പ്രിക്കോഷൻസ് എടുത്തുകൊണ്ടാണ് കൊറോണയ്ക്കെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഈ യാത്ര തുടർന്നത്. ചില സമയങ്ങളിൽ ഞങ്ങൾ റെക്കോർഡ് ചെയ്യുമ്പോൾ മാസ്ക് മാറ്റിക്കൊണ്ടാണ് ഞങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളും ഈ കൊറോണ കാലഘട്ടത്തിൽ മാസ്ക് ധരിച്ചും സാനിറ്റൈസർ കരുതിയും സാമൂഹിക അകലം പാലിച്ചുകൊണ്ടുമൊക്കെ ഈ നാടുകാണിമുടി കാണുവാനായിട്ട് കയറണം എന്ന കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളെയും ഈ നാടുകാണിമുടിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ വിവിധ ജില്ലകളിൽ നിന്നും വിവിധ ദേശങ്ങളിൽ നിന്നെല്ലാം ഈ നാടുകാണിമുടിയുടെ മനോഹാരിത കാണുവാൻ, പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ കടന്നു വരും എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി പറയുന്നു. ഒപ്പം ആദ്യമായി ഈ വീഡിയോ കാണുന്നവർ, ഈ ചാനൽ കാണുന്നവർ ഉണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. ഒപ്പം അതിനടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ എൻ്റെ തുടർന്നുള്ള വീഡിയോ കൂടി നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.